ഇത്തവണ മഞ്ചേശ്വരത്ത് അപരന്മാർ നിർണായകമാകും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. എന്നാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾക്കും തലവേദനയായി അപരന്മാർ കളം പിടിച്ചിട്ടുണ്ട്. സിറ്റിംഗ് എംഎൽഎയും UDF സ്ഥാനാർത്ഥിയുമായ AKM അഷ്റഫാണ് ഏറ്റവും കൂടുതൽ അപരഭീഷണി നേരിടുന്നത്. മുസ്ലിം ലീഗ് നേതാവായ AKM അഷ്റഫിനെതിരെ SDPI ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് KM അഷ്റഫ് എന്നാണ്. പേരിലെ സാമ്യം വോട്ടർമാരെ കുഴപ്പിച്ചേക്കാം. മറ്റ് രണ്ട് അപരന്മാരെ കൂടി AKM അഷ്റഫിന് നേരിടേണ്ടി വരും. ധർമ്മത്തടുക്ക സ്വദേശി മുഹമ്മദ് അഷ്റഫ്, കീഴൂർ സ്വദേശി മുഹമ്മദ് അഷ്റഫ് KI എന്നിവരാണത്. അതേസമയം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയായ K സുരേന്ദ്രനും അപരഭീഷണി നേരിടുന്നുണ്ട്. ഇത് സുരേന്ദ്രന് തിരിച്ചടിയാവുമോ എന്ന ഭയം NDAയ്ക്കുണ്ട്. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കപ്പെടുമ്പോൾ ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് BJP. ന്യൂനപക്ഷ വോട്ടുകൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കൃത്യമായി വീഴുമെന്ന് മുന്നണികൾ കണക്കുകൂട്ടുന്നു. സംസ്ഥാനത്ത് BJP ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന നിയോജക മണ്ഡലങ്ങളിൽ മുന്നിലാണ് മഞ്ചേശ്വരം. BJP വിരുദ്ധ വോട്ടുകൾ UDFനും LDFനും SDPയ്ക്കുമായി വിഭജിക്കപ്പെട്ടാൽ NDA മഞ്ചേശ്വരത്ത് അക്കൗണ്ട് തുറന്നേക്കാമെന്നാണ് കണക്കുകൂട്ടൽ. 2016-2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രന് തലനാഴിഴയ്ക്കാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലം നഷ്ടമായത്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നില്ല. 2021 855 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് AKM അഷ്റഫിന്റെ വിജയം. AKM അഷ്റഫ് 65,858 K സുരേന്ദ്രൻ 65,013 CPI സ്ഥാനാർത്ഥി VV രമേശൻ 40,639 വോട്ടുകൾ നേടി. ഇത്തവണയും AKM അഷ്റഫും K സുരേന്ദ്രനും നേർക്കുനേർ വരുമ്പോൾ മഞ്ചേശ്വരം മത്സരം പൊടിപാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. മണ്ഡലത്തിൽ പേരിൽ സാമ്യമുള്ള SDPI സ്ഥാനാർത്ഥി പ്രത്യക്ഷപ്പെടുന്നതും അപരശല്യം കടുക്കുന്നതും. SDPI ജില്ലാ കൗൺസിൽ അംഗമായ KM അഷ്റഫ് മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് UDFന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി AKM അഷ്റഫുമായി SDPI സ്ഥാനാർത്ഥിക്ക് പേരിലുള്ള സാമ്യതയാണ് ഇതിന് കാരണം. പൊതുരംഗത്ത് ഇതുവരെ അഷ്റഫ് ബെഡാജെ എന്നാണ് അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ പ്രചാരണം നടത്തുന്നത് KM അഷ്റഫ് എന്ന പേരിലാണെന്നത് ആസൂത്രിതമാണെന്ന് ലീഗ് പറയുന്നു. 10,000-ഓളം വോട്ടുകൾ മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ടെന്ന് SDPI വാദിക്കുന്നുണ്ടെങ്കിലും KM അഷ്റഫ് 1000 വോട്ടുകൾ പിടിച്ചാൽ പോലും മഞ്ചേശ്വരത്തെ ഫലത്തെ അത് സ്വാധീനിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണച്ചിരുന്ന സ്ഥാനത്താണ് ഇത്തവണ SDPI ഒറ്റയ്ക്ക് മത്സരിക്കുന്നത്. ഇതും വോട്ടർമാരിൽ വിള്ളൽ സൃഷ്ടിക്കും. മഞ്ചേശ്വരത്തെ LDF സ്ഥാനാർത്ഥി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദയാണ്. ആദ്യം ഷാനവാസ് പാദൂരിനെ പരിഗണിച്ചെങ്കിലും ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഭയന്ന് ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ജയാനന്ദ പിടിക്കുന്ന വോട്ടുകൾ മഞ്ചേശ്വരത്ത് നിർണായകമാകും. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ അപരന്മാരുടെ കളി നിർണായകമാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും അപരന്മാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. 16 സുന്ദരൻ K പിടിച്ച 467 വോട്ടുകളാണ് K സുരേന്ദ്രനെ 89 വോട്ടുകളുടെ തോൽവിയിലേക്ക് നയിച്ചത്. അന്ന് മുസ്ലിം ലീഗിന്റെ PV അബ്ദുൾ റസാഖ് ആയിരുന്നു മണ്ഡലം പിടിച്ചത്.